അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ ഡേയുടെ ആണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും 100% നാച്ചുറൽ ആണ് കേട്ടോ. ഈ ഒരു ഹെയർ ഡേ മുടി കറുപ്പിക്കാൻ മാത്രമല്ല, മുടി നല്ല ഉള്ളോടെ വളരാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു ഹെയർ ഡേ നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുടിയിലും താടിയിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാ ഹെയർ ഡേയും പരീക്ഷിച്ച് നിങ്ങൾ പരാജയപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു ഹെയർ ഡേ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ടാണ്. അപ്പം ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ കണ്ടു നോക്കി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ഹെയർ ഡേയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈലാഞ്ചി ഇലയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു കൈപ്പിടി അളവിന് മൈലാഞ്ചി ഇല നല്ലതുപോലെ കഴുകി എടുത്തതാണിത്. പൊടി ഉപയോഗിക്കരുത് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മൈലാഞ്ചിയിൽ ഉപയോഗിക്കുമ്പോൾ മുടി ബ്രൗൺ കളർ ആകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ മുടിക്ക് കറുപ്പ് നൽകുന്നതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ കഴുകി വെച്ചിരുന്ന മൈലാഞ്ചി ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടി കറുപ്പിക്കാൻ നല്ലതാണ്. ഒപ്പം തന്നെ നമ്മൾ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കം ഒന്നും ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 4-5 ഇല മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ്. അത് ഒരു 2 തണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഇലയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേയിലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡറും ഉപയോഗിക്കാം. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ഹെയർ ഡേ നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ഹെയർ ഡേ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു രാത്രിയൊക്കെ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുമല്ലോ. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അരിച്ച് എടുക്കണം. നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ എപ്പോഴും ഹെയർ ഡൈ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഇരുമ്പിൻ്റെ ആണി അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം അതേ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഡൈയിൽ നമ്മൾ ഇൻഡിഗോ പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം വേറൊരു പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചിലർക്കൊക്കെ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പം അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ ആണിത്. ഇപ്പം നമ്മൾ ഡൈ തയ്യാറാക്കാനുള്ള വെള്ളം നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അത് കാത്താ പൗഡറാണ് കേട്ടോ. നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. നല്ല ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നീലാംബരി ഉപയോഗിക്കുമ്പം അലർജി ഉള്ളവർക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കാത്താ പൗഡർ. നല്ല പോലെ തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും. അതും ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കാത്താ പൗഡറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പൊടി നല്ല രീതിയിൽ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം സാധാരണ നമ്മൾ മുടിയിൽ ഡൈ തേക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. നല്ലപോലെ സിൽക്കി സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ മുടി കിട്ടും. നമ്മളിപ്പം ഈ ഒരു ഡൈ തയ്യാറാക്കാനെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ കാത്താ പൗഡർ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലൊരു റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി ഒരു 5 മിനിറ്റോളം എങ്കിലും ചൂടാക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് നല്ലപോലെ ഒന്ന് കുറുകി ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം ഒലിച്ചിറങ്ങാത്ത ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ചൂടായി തുടങ്ങുമ്പം തന്നെ നമ്മുടെ ഡൈയുടെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇത് ചൂടാക്കി എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തലയിൽ പേൻ്റെ ശല്യം ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഡൈ തയ്യാറാക്കുന്ന ഈ സമയത്ത് ഒരു ചെറിയ പച്ചക്കർപ്പൂരം ഇതിലേക്ക് പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡൈ നല്ല പോലെ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്.
ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഡൈ ഇപ്പം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലിരുന്ന് തണുക്കുമ്പോഴേക്ക് കുറച്ചുകൂടി ഒന്ന് കുറുകി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഒരു പരുവം അറിയുന്നത് സ്പൂണിൽ കോരി ഇങ്ങനെ ഒഴിക്കുമ്പം സ്പൂണിനുള്ളിൽ കുറച്ച് ഇതുപോലെ പറ്റി പിടിച്ചിരിക്കണം. ആ ഒരു പരുവമാകുമ്പം വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫാക്കാനായിട്ട്. ഇനി ഈ ഡൈ തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഹെയർ ഡൈ പോലെ ഒരു രാത്രി ഒന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. ദേ ഇപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷമുള്ള നമ്മുടെ ഹെയർ ഡൈ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത മുടിയിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. കെമിക്കലുകൾ ചേർത്തിട്ടുള്ള ഡൈ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാനായിട്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ച് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ കറുത്ത് തുടങ്ങുന്ന സമയത്ത് മാസത്തിൽ ഒന്നെന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.